ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുമോ? ഫുള്ളിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചിലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച SIT-യിൽ CPM നേതൃത്വവുമായി ബന്ധമുള്ള 2 CI-മാരെ നിയോഗിച്ചത് അന്വേഷണ സംഘത്തിന്റെ വിശ്വാസ്യത തകർക്കുന്നതെന്ന് VD സതീശൻ. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM ഫ്രാക്ഷനിൽ ഉൾപ്പെട്ടവരെ SIT-യിൽ നിയോഗിച്ചത്? ഹൈക്കോടതിയുടെ മുന്നിൽ വന്ന 2 പേരുകളാണ് അംഗീകരിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. ഈ പേരുകൾ വന്നതിനു പിന്നിൽ സംസ്ഥാനത്തെ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥരും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തിരുന്ന് CPM-നു വേണ്ടി വിടുപണി ചെയ്യുന്ന ഉന്നതനുമാണ്. ക്രമസമാധാന ചുമതലയിൽ ഇരുന്നപ്പോൾ ഇതേ ഉദ്യോഗസ്ഥൻ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി കുപ്രസിദ്ധനായ വ്യക്തിയാണ്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ഇരുന്ന CPM-നു വേണ്ടി അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത്. മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SIT-യെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ആരോപണം ഉന്നയിച്ചിരുന്നു. അവരുടെ ഇടപെടലും SIT-യെ നിർവീര്യമാക്കാനും അന്വേഷണം അട്ടിമറിക്കാനുമുള്ള ഈ നീക്കത്തിന് പിന്നിലുണ്ട്. SIT-യുടെ നീക്കങ്ങൾ സർക്കാരിലേക്ക് ചോർത്തുകയും അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ട് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുകയുമാണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് അട്ടിമറിക്കാനുള്ള സർക്കാരിന്റെയും CPM-ന്റെയും നീക്കത്തിന് പോലീസിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നു. ഹൈക്കോടതിയുടെ ഇടപെടൽ പോലും അട്ടിമറിക്കാനാണ് ഇവരുടെ നീക്കം. ഇക്കാര്യത്തിൽ ഹൈക്കോടതി അടിയന്തര പരിശോധനയും ഇടപെടലും നടത്തണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.